എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല. ഇത് പറയുന്നത് ആരാണ്? പറയുന്നതല്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-കാരാണ്. ഒരു തോൽവിയിൽ നിന്ന്, ഈ തോൽവി എന്ന് പറഞ്ഞാൽ എമ്മാതിരി തോൽവി, കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ തോൽവി എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത തോൽവിയാണ്. കാരണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് CPM-ന്റെ ഒരു സംഘടനാ ശേഷി അല്ലെങ്കിൽ അടിത്തട്ട് വരെയുള്ള അവരുടെ ഒരു കേഡർ സംവിധാനം, ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ കാലങ്ങളായി ഈ എന്താ പറയാ പഞ്ചായത്ത് ഭരണം അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഇത്തരത്തിലുള്ള ഗ്രാമ പഞ്ചായത്തുകള്, അതല്ലെങ്കിൽ അതിന്റെ മേലേക്കുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്തുകളോ അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷനുകൾ, ഇവിടെയൊക്കെ കാലങ്ങളായിട്ടുണ്ടായിരുന്ന മേധാവിത്വം ദിം തരികടതോം എന്ന് പറഞ്ഞാണ്ട് പോയി. തോറ്റു എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കട്ടെ. പക്ഷെ CPM-മാർ ഇപ്പോഴും വിചാരിക്കുന്നത് തോറ്റിട്ടില്ല. പിന്നെ ഈ വോട്ടിങ്ങിന്റെ ഇങ്ങോട്ടേക്കുള്ള ചില കണക്കുകളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പം കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രാമസഭകളിൽ, ഈ ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും, പിന്നെ ഒരു കോർപ്പറേഷൻ BJP-ക്കും കിട്ടി. ഇതൊന്നും അവരുടെ നേട്ടം കൊണ്ടല്ല, അവരുടെ പ്രത്യേകിച്ചുള്ള പ്രാഗൽഭ്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വോട്ട് കൂടുതൽ കൊണ്ടോ ഒന്നും അല്ല. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിച്ചതാണ്. വോട്ടൊക്കെ കൂട്ടി നോക്കിയാൽ ഞങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ വോട്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരം കപ്പിത്താൻ നാട് ഭരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ സാധാരണക്കാരെ തല്ലി ചതയ്ക്കുന്നു. ഗർഭിണിയായ വീട്ടമ്മയുടെ മുഖം നോക്കി അവിടുത്തെ സ്റ്റേഷൻ ഓഫീസർ ആഞ്ഞടിക്കുന്നു. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ല. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല, കെട്ടിട പെർമിറ്റ് ഫീസ് 10 ഇരട്ടി, പിന്നെ എല്ലാ സാധനങ്ങൾക്കും നമ്മൾ വില കൂട്ടും, വൈദ്യുതി ചാർജ്, വെള്ളക്കാരെ ഒക്കെ കൂട്ടും. പക്ഷെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFIO അന്വേഷണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എതിരായ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്, നമുക്കറിയാമല്ലോ. മുഖ്യമന്ത്രിയുടെ മോനെതിരെ ഒരു ED നോട്ടീസ്, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അവർക്കെതിരെയുള്ള ഒരുപാട് നടപടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നത്, ഭരണവിരുദ്ധ വികാരം ഇല്ല. പക്ഷെ എങ്ങനെ തോറ്റിട്ടില്ലല്ലോ. പക്ഷേ നമ്മുടെ ജില്ലാ കമ്മിറ്റികൾ, CPM-ന്റെ ജില്ലാ കമ്മിറ്റികളൊക്കെ പറയുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റില് ജില്ലാ കമ്മിറ്റികളുടെ അവരുടെ റിപ്പോർട്ട് ചർച്ച ചെയ്തപ്പോ മനസ്സിലായത്, എല്ലാ ജില്ലാ കമ്മിറ്റികളും പറയുന്നു ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. കപ്പിത്താന്റെ ഭരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, കപ്പിത്താൻ മാറണം. അതാണ് ജനങ്ങളുടെ ഒരു മനസ്സിലിരിപ്പ്. അതിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് അവര് മാറ്റിക്കുത്തിയത് എന്ന് ജില്ലാ കമ്മിറ്റികൾക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ അപ്പം ഗോവിന്ദന് മനസ്സിലായിട്ടില്ല. അപ്പം ഗോവിന്ദന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ കാരണഭൂതം പിടിച്ചിങ്ങണ്ട് ഇടിക്കുന്നു പേടിച്ചിട്ടോ എന്താണെന്നറിയില്ല. മൂപ്പരുടെ പുതിയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട്, പക്ഷേ ഈ സംസ്ഥാന തലത്തിൽ കപ്പിത്താന്റെ ഭരണത്തോടുള്ള വികാരമല്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ ചില ഭരണവിരുദ്ധ വികാരമുണ്ട്. അതല്ല സംസ്ഥാനത്ത് അങ്ങനെ ഒരു വിരുദ്ധ വികാരം ഉണ്ടാവില്ല. ഇനി കാരണബോധം ആൾക്കാരൊക്കെ പിടിച്ച് തല്ലി ചതച്ചാലും, ഇപ്പതാ നമ്മൾ കോൺഗ്രസിലെ സുബ്രഹ്മണ്യൻ രാഷ്ട്രീയകാര്യ സമിതി അംഗം, കോഴിക്കോട്ടുകാരുടെ പ്രിയങ്കരനായ കോൺഗ്രസ് നേതാവ്, പോലീസ് അതിരാവിലെ വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. സ്ത്രീ പീഡനത്തിന്റെ പേരിലൊന്നല്ല. ഇവരുടെ സ്വന്തം സഖാവ് PT കുഞ്ഞുമുഹമ്മദ് ഒരു നവാഗത സംവിധായകയെ കയറി പിടിച്ചു. ഒരു 13 ദിവസം പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ട് മുഖ്യമന്ത്രി അത് പൂഴ്ത്തി വെച്ചു. അവസാനം ഈ നവാഗത സംവിധായിക പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവരുടെ നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ അവസാനമാണ് ഈ പരാതി പൊന്തി വന്നത്. അവസാനം ചെറിയ രീതിയിൽ ഒരു കേസൊക്കെ എടുത്തു. PT കുഞ്ഞുമുഹമ്മദിനെ കാരണം അത് തീവ്രത, ശ്രീമതി ടീച്ചർ യന്ത്രം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് തീവ്രത കുറഞ്ഞതാണ് എന്ന് മനസ്സിലായി.
പക്ഷെ സുബ്രഹ്മണ്യം ചെയ്തത് ഭയങ്കര കലാപശ്രമത്തിനാണ് കേസെടുത്തത്. ആകെ ചെയ്തത് എന്താണെന്നറിയോ? പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്തടുത്ത് നിൽക്കുന്ന 2-3 പടങ്ങൾ ഫേസ്ബുക്കില് ഒരുപാട് ഇത്തരത്തിലുള്ള പടങ്ങളുണ്ട്. ഇത് പറയുന്നത് AI സൃഷ്ടിയാണെന്നാണ് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഫേസ്ബുക്കിൽ കാണുന്ന പടങ്ങൾ മുഴുവനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ നേരാവണ്ണമുള്ള പടങ്ങളാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കാരണം AI പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരിക്കലും ഇത് എന്താ പറയാ, യഥാർത്ഥത്തിലുള്ള പടമാണോ യഥാർത്ഥത്തിൽ ഇല്ലാത്ത പടമാണോ എന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രക്കും ക്ലാരിറ്റിയോടെയാണ് AI പടങ്ങളൊക്കെ വരുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പടങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വീഡിയോ പുറത്തുവിട്ടു. ആ വീഡിയോ പുറത്തുവിട്ടു കഴിഞ്ഞപ്പം വീഡിയോയിൽ വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും പങ്കെടുത്ത പരിപാടി. അപ്പം ചോദിക്കും, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ താഴേക്ക് ഇറങ്ങി വന്നു. അവിടെ ഒരു ആംബുലൻസിന്റെ ഒരു ഫ്ലാഗ് ഓഫ് അത് മുഖ്യമന്ത്രി എന്താ പറയാ മുഖ്യമന്ത്രിയെ നിർവഹിച്ചു. ആ കൂട്ടത്തിൽ സുബ്രഹ്മണ്യം പോറ്റിയും വന്നു. ഇതിലെന്താ തകരാറെന്നാണ് പറയുന്നത്? തകരാറുണ്ട്. കാരണഭൂതം എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യാൻ വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഒരു ആംബുലൻസ് ഭീമ ജ്വല്ലറിക്കാര് സംഭാവന നൽകിയ ഒരു ആംബുലൻസ്, ഒരു 10-15 ലക്ഷം രൂപ വിലയുള്ള ഒരു ആംബുലൻസ് ഒരാൾ സൗജന്യമായി കൊടുക്കുന്നു ശബരിമലയിലേക്ക്. ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മാത്രമല്ല, ആ ചടങ്ങ് നിങ്ങൾ നോക്കിയാൽ നമ്മളാകെ അന്തം വിടുട്ടോ. ഇതെന്തോ വലിയ കോടികളുടെ എന്തോ ഒരു പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പോലെയാണ് ചടങ്ങ്. കാരണം പിണറായി വിജയന്റെ കൂടെ പിണറായി വിജയന്റെ കാര്യസ്ഥാൻ നമ്മുടെ പ്രദീപ് കുമാർ, പിന്നെ പി ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, സംസ്ഥാന DGP, ഇമാതിരി ഏറ്റവും വലിയ ഒരു സന്നാഹത്തോടെയാണ് മുഖ്യമന്ത്രി വരുന്നത്. അപ്പോഴാണ് താക്കോലും കൊണ്ട് ആര് വരുന്നത്? ഈ താക്കോലിന്റെ മാതൃകയും കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത് നിർത്തി ഫോട്ടോക്ക് മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്യുന്നു. അടുത്ത് നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. മുഖ്യമന്ത്രി നടന്നു പോകുന്നു. മുഖ്യമന്ത്രി പോകുമ്പോൾ പോറ്റി കൂപ്പുകൈകളോടെ മുഖ്യമന്ത്രിയെ യാത്ര അയക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രി എന്തോന്ന് സംസാരിക്കുന്നു, നടന്നു പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ കണ്ടത്. വീഡിയോയിൽ അതിന്റെ ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി എന്താണ് സംസാരിച്ചതെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോഴാണ് ഈ വീഡിയോയുടെ ഒരുപാട് സ്ക്രീൻഷോട്ടുകളാണ് ഇതിലേക്ക് വന്നത്, ഫേസ്ബുക്കിലേക്ക് വന്നത്. അപ്പോഴാണ് അതിലില്ലാത്ത എന്തോ ഈ പോറ്റിയുടെ കാതിൽ സ്വകാര്യം പറയുന്ന പോലുള്ള ഒരു സംഭവം അത് സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്തെന്നാ പറയുന്നത്. സുബ്രഹ്മണ്യൻ ഇത് ഫേസ്ബുക്കിൽ നിന്ന് മറ്റാരാ പോസ്റ്റ് ചെയ്ത് കിട്ടിയതാണ്. സുബ്രഹ്മണ്യൻ പറയുന്നത് അത് മറ്റേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പോസ്റ്റ് ചെയ്താണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഫോട്ടോ മാറിയ കാലമാണ്. നമ്മൾ കാർട്ടൂണുകള് ട്രോളുകളുടെ ഒക്കെ കാലമല്ല ഇത്. ഈ കാർട്ടൂണുകളുടെയും ട്രോളുകളുടെയൊക്കെ പുതിയ വേർഷനാണ്. ഫോട്ടോ വെച്ചിട്ട് തന്നെ ഇതിന്റെ ചില വിമർശനങ്ങൾ. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് തരത്തിലാണ് ഈ അമ്പലക്കള്ളന്മാരായ CPMകാരെ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഇത് ഒരു അങ്ങാടിപ്പാട്ടാണ്. പത്മകുമാറിനെ സംരക്ഷിക്കുന്നു, അല്ലെ? പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ സംരക്ഷിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് എത്ര കാർട്ടൂണുകൾ വരയ്ക്കുന്നു. ഗോപികൃഷ്ണൻ കാർട്ടൂൺ വരയ്ക്കുന്നു, സുജിത്ത് കാർട്ടൂൺ വരയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകളൊക്കെ കാർട്ടൂൺ വരയ്ക്കുന്നുണ്ട്. അതിന് വേറൊരു രീതിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ട്രോളുകൾ. ഫോട്ടോകളൊക്കെ ഉപയോഗിച്ച് ഈ രീതിയിലുള്ള ഒരു സാമൂഹ്യ വിമർശനമാണ്. ട്രോൾ എന്ന് പറയുന്നതും കാർട്ടൂൺ എന്ന് പറയുന്നതൊക്കെ സാമൂഹ്യ വിമർശനമാണ്. അത്തരത്തിൽപ്പെട്ട വിമർശനമാണ് ഈ ഫോട്ടോ ഉപയോഗിച്ചും കണ്ട്, അല്ലെങ്കിൽ AI നിർമ്മിതം തന്നെയാവട്ടെ, അതായത് മുഖ്യമന്ത്രിയുടെ കാതിൽ പോറ്റി സ്വകാര്യം പറയുന്നു. അങ്ങനെ ഒരു കാർട്ടൂണിസ്റ്റിക് ഫോട്ടോ, അല്ലെ? ഒരു കാർട്ടൂണിസ്റ്റിക് ഫോട്ടോ ഉണ്ടാക്കിക്കൂടെ? കാർട്ടൂൺ വരയ്ക്കുന്നു. പണ്ടൊക്കെ കാർട്ടൂൺ ഈ പേന കൊണ്ട് വരച്ചിരുന്നു, ബ്രഷ് കൊണ്ട് വരച്ചിരുന്നു. കാലം മാറി. ഇപ്പം ഈ എന്താ പറയാ, പുതിയ ഡിവൈസുകളൊക്കെ ആയപ്പോൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടാബില് ഇതിലൊക്കെയാണ് കാർട്ടൂണിസ്റ്റുകൾ വരയ്ക്കുക. അത് എന്ന് പറഞ്ഞാൽ ഈ സാങ്കേതികത്വത്തിന്റെ എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഇവർ ഉപയോഗിക്കുന്നു. അപ്പൊ ആ രീതിയിൽ ഇനി വരും കാലങ്ങളിലൊക്കെ ഈ കാർട്ടൂണുകൾ വരയ്ക്കുക എന്ന് പറയുന്നത് ഫോട്ടോകൾ ഉപയോഗിച്ച് AI സഹായത്താലൊക്കെ ആയിരിക്കും പുതിയ തരത്തിലുള്ള വിമർശനങ്ങൾ, സാമൂഹ്യ വിമർശനം, രാഷ്ട്രീയ വിമർശനമാണത്. മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാതിൽ എന്തോ പറഞ്ഞു. അതൊരു സാമൂഹ്യ വിമർശനമാണ്. അത് ആ രീതിയിലാണ് ഇത് എടുക്കേണ്ടത്. അതല്ലാതെ AI നിർമ്മിത ഫോട്ടോ, അതോടുകൂടി കലാപശ്രമം. എന്ത് കലാപശ്രമമാണ്? കലാപശ്രമം ഉണ്ടാവേണ്ട എപ്പോഴാണെന്നറിയോ? അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും ഈ വാതിൽ കട്ടളുകളും വാതിൽ പാളികളും ഒക്കെ സ്വർണം പൊതിഞ്ഞത് അത് മുഴുവൻ അടർത്തിയെടുത്ത് കൊണ്ടുപോവുകയാണ്.
പത്തോ നാൽപ്പതോ ദിവസത്തിന് ശേഷമാണ് അത് ഉദ്ദേശിച്ച സ്ഥലത്ത് ഇത് സ്വർണം പൂശാൻ വേണ്ടി എത്തുന്നത്. അതായത് സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ച ഇത്തരത്തിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളും വാതിലുകളും കട്ടിളപ്പാളികളും ഒക്കെയാണ്. ഇത് സ്വർണ്ണപ്പാളികളൊന്നും ഇതിന്റെ മേലല്ല, ഇത് വെറും ചെമ്പാണ് എന്നൊക്കെ ഈ സഖാക്കൾ തന്നെ തിരുത്തി എഴുതിയിട്ട് സഖാക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയത് ഏൽപ്പിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് നാടാകെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ചോ മാറ്റിവിറ്റോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ടില്ല. ഇത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നടക്കുന്ന എപ്പോഴാണ്? ഇതൊന്നും നടക്കുന്നത് കോൺഗ്രസ് ഭരണകാലത്തല്ല. 2019 മുതൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ദേവസ്വം വകുപ്പ്, ആ ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? കടകംപള്ളി സുരേന്ദ്രൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള അപ്പോ വാസവൻ, ഇവരൊക്കെ സി പി എമ്മിന്റെ സമുന്നത നേതാക്കളാണ്. അപ്പൊ സി പി എമ്മിന്റെ നേതാക്കൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡില് ദ്വാരപാലക വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയാൽ അതിന് ഉത്തരവാദി ആരാണ്? അതിന് ഉത്തരവാദി സി പി എമ്മുകാരല്ലാതെ പിന്നെ കോൺഗ്രസ്സുകാരാകുമോ? അപ്പോഴാണ് മറ്റേ സോണിയാഗാന്ധിന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടായിക്കോട്ടേനെ. സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുകയോ അല്ലെങ്കിൽ ആന്റണിയുടെ കൂടെയോ അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ കൂടെയോ അല്ലെങ്കിൽ വി ഡി സതീശന്റെ കൂടെയോ കെ സുധാകരന്റെ കൂടെയോ ആരുടെയെങ്കിലും കൂടെയൊക്കെ പോറ്റി നിൽക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. പക്ഷെ സ്വർണം ഇവിടുന്ന് അടിച്ചു മാറ്റാൻ സഹായം ചെയ്തു കൊടുത്തത് വാസുവും ഈ പറയുന്ന പത്മകുമാറും ഇവരുടെ തൊട്ട് മേലെയുള്ള കടകംപള്ളിയിലേക്ക് പോയിട്ടില്ല. കടകംപള്ളിയിലേക്ക് അടുത്ത് തന്നെ പോകുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അങ്ങനെ ഈ ഒരു കൂട്ടുകെട്ടാണ് ഈ സ്വർണ്ണ കൊള്ള നടത്തിയത് എന്ന് ഹൈക്കോടതി തന്നെ പറയുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു എന്താ പറയാ സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രി അല്ല. പിന്നെ ആര്? മുഖ്യമന്ത്രി സംരക്ഷണം നൽകിയിട്ടില്ല എങ്കിൽ ഈ പത്മകുമാർ ഇങ്ങനെ ചെയ്തെങ്കിൽ പത്മകുമാർ ആ ക്ഷണം പിടിച്ച് മാറ്റട്ടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്. സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ ഉണ്ടായാലേ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകുക. എത്ര മഹാരഥന്മാരെ സി പി എം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. കെ ആർ ഗൗരിയമ്മയെ പുറത്താക്കിയില്ലേ? എം വി രാഘവനെ പുറത്താക്കിയില്ലേ? വി എസ് അച്യുതാനന്ദനെതിരെ നടപടിയെടുത്തില്ലേ? ജി സുധാകരൻ എന്ന് പറയുന്ന എക്കാലത്തെയും ഏറ്റവും മികച്ച മന്ത്രിക്കെതിരെ നടപടിയെടുത്തില്ലേ? എത്ര മഹാരഥന്മാരെയാണ് പിടിച്ചു പുറത്തിട്ടത് പാർട്ടി? ആരാണ് പത്മകുമാർ? പത്മകുമാർ ഇത്രയും പാർട്ടിക്ക് ഇവരെക്കാളൊക്കെ മേലുള്ള ആളാണ് പത്മകുമാർ. എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല? കാരണം പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പത്മകുമാർ വിളിച്ചു പറയും ആരുടെ പേര്? അതിന്റെ മേലെയുള്ള പലരുടെയും പേര് വിളിച്ചു പറയും. കാരണഭൂതത്തിന് പേടിയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ കാരണം പറയണ്ടേ? ഇപ്പം ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പുറത്താക്കുന്നില്ല, ഞങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവണം, അതിന് കുറ്റപത്രം വരണം, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണം, കോടതി പറയണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വരുന്നതിന്റെ മുമ്പല്ലേ പല ആൾക്കാരെയും പിടിച്ച് പുറത്താക്കിയത്? പാർട്ടി അന്വേഷണം നടത്തിയില്ലേ? പാർട്ടിക്ക് ഒരു അന്വേഷണം നടത്തിക്കൂടെ? പക്ഷെ പാർട്ടിക്ക് അന്വേഷണം നടത്താൻ വയ്യ. പാർട്ടി എങ്ങനെ അന്വേഷണം നടത്തും? പാർട്ടി അന്വേഷണം നടത്തിയാൽ ആരൊക്കെ അതിന്റെ കീഴെ വരും? അപ്പൊ ഇതുകൊണ്ട് ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം. ഇതൊക്കെ വിമർശന വിധേയമാകണം. എങ്ങനെ വിമർശന വിധേയമാണ്? ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയ വിശകലനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന്റെയൊക്കെ വേറൊരു രൂപമാണ് ഈ കാർട്ടൂണുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോളുകള്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പൊ എൻ സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോ പോലും അതിന്റെ ഒരു വെളിച്ചത്തിൽ, അതായത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പോറ്റിയുടെ ചെവിയിൽ മുഖ്യമന്ത്രി എന്തോ പറയുന്നു എന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ. ഇതൊരു ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ ആയിക്കോട്ടെ. ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു കാർട്ടൂണിസ്റ്റിക് ഫോട്ടോ ആയി അത് മാറ്റുന്നതിൽ എന്താണ് ഇത്ര ചൊറിച്ചിൽ? ഞാനത് പറയുന്നത് കാലം മാറുകയാണ്. സാങ്കേതികം ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി മുതലുള്ള ഇത്തരത്തിലുള്ള ഈ വിമർശനങ്ങളൊക്കെ വരുന്നത്. അതിനു പകരം കലാപശ്രമത്തിന് കേസെടുക്കുക, വീട് വളഞ്ഞു ഈ എൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മനുഷ്യനെ പിടിച്ചുകൊണ്ടു പോകുക. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് കേട്ടില്ലേ? വിനാശകാലയെ വിപരീത ബുദ്ധി. ഇതാണ് സി പി എമ്മിന് ഇപ്പൊ സംഭവിക്കുന്നത്. ഇതാ ഏറ്റവും ഇന്നത്തെ കേരള കൗമുദിയില് വളരെ കൃത്യമായി പറയുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി ആനുകൂല്യം നൽകിയത് ആഘാതം കുറച്ചു. സി പി എം ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടാണ്. സി പി എം ജില്ലാ കമ്മിറ്റികൾ പറയുന്നത് ഈ കുറെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തതും ക്ഷേമ പെൻഷൻ 1600 എന്നുള്ളത് 2000 ആക്കി ഉയർത്തിയതും ശരിക്കും 2500 ആക്കാമെന്ന് 2021 മത്സരിച്ച കാലത്ത് തന്നെ പറഞ്ഞിരുന്നത് 2021 ആക്കേണ്ടതാണ്, 2021 2500 ആക്കേണ്ടതാണ്. പക്ഷെ ഏറ്റവും അവസാനം അതിന് പകരം 2000 ഒരു 400 രൂപ കൂട്ടിക്കൊടുക്കുന്നു. വീട്ടമ്മമാർക്ക് 1000 രൂപ സഹായധനം കൊടുക്കാനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതുകൊണ്ടൊക്കെ ഏറ്റവും വലിയ ഒരു ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെ ചില ആൾക്കാരൊക്കെ ഇതിന്റെയൊക്കെ നന്ദി പ്രകാശിപ്പിച്ച് സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുണ്ടാവാം.
അതല്ലാത്ത ആൾക്കാരൊന്നും വോട്ട് ചെയ്തില്ല. കാരണം കാരണഭൂതത്തിന്റെ ഈ ഭരണവിരുദ്ധ വികാരം തന്നെ. അപ്പൊ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് ആര് പറയുന്നത്? CPM ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: അതിതീവ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവും പെൻഷൻ വർധനയും ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക വിതരണവുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതം കുറച്ചത് എന്ന് CPM ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇത് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ തോൽവിയായിരിക്കും. ഇതിനേക്കാൾ വലിയ തോൽവി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു വോട്ടും കിട്ടാതിരിക്കണം. അങ്ങനെയാണ് ഇപ്പം വരാൻ വേണ്ടി പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും CPM കാത്തിരിക്കുന്ന വിധി അതായിരിക്കാം. എന്നിട്ട് പറയാണ്, ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളിൽ നിന്നും പാർട്ടി സെക്രട്ടേറിയറ്റിന് കൈമാറിയ റിപ്പോർട്ടുകളിൽ സർക്കാരിനോടുള്ള എതിർപ്പ് പരാജയത്തിന് കാരണമായതായി വിലയിരുത്തലുണ്ട്. തോൽവിക്ക് കാരണമായത് മറ്റു ഘടകങ്ങളാണ് എന്നും വിശദമായി പരിശോധിച്ച് തിരുത്തൽ വരുത്തുമെന്നും സംസ്ഥാന നേതൃത്വം അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോഴാണ് ജില്ലാ കമ്മിറ്റിക്കാർ പറയുന്നത് അങ്ങനെ വലിയ ചർച്ചയൊന്നും നടത്തേണ്ട, യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ശബരിമല ഈ സ്വർണ്ണക്കൊള്ള അടക്കം പിണറായി സർക്കാരിനെതിരായ വികാരം, ആ വികാരം ജനങ്ങൾ പ്രകടിപ്പിച്ചു. അതാണ് തോറ്റമ്പിയത്. അതല്ല നിങ്ങൾ വലിയ ഡെക്കറേഷൻ ഒന്നും ഇക്കാര്യത്തിൽ കൊടുക്കണ്ട കേട്ടോ എന്ന് ജില്ലാ കമ്മിറ്റികൾ പറയുന്നു. വർഷങ്ങളായി LDF ഭരിക്കുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളും നഷ്ടമായി. പ്രാദേശിക ഭരണകൂടങ്ങളോടുള്ള എതിർപ്പും സ്ഥാപന അധ്യക്ഷന്മാരുടെ ഇടപെടലും തോൽവിക്ക് കാരണമായി. ഭൂരിഭാഗം സ്ഥലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമായി ലഭിച്ചു. എന്നാൽ ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ നേടാനായില്ല എന്നൊക്കെയാണ് നമ്മുടെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിരുന്നത്. ഗോവിന്ദൻ പറഞ്ഞതെന്നാണ്, അതായത് ഭരണവിരുദ്ധ വികാരമല്ല, ക്യാപ്റ്റനെ കുറിച്ച് ആർക്കും മോശ അഭിപ്രായമില്ല. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ചില വീഴ്ചകൾ, നമുക്കറിയാലോ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രൻ ചെയ്ത തോന്നിവാസങ്ങൾ അല്ലെ. ഇപ്പൊ BJPക്ക് ഒരു പരിധിവരെ BJPയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ സഹായിച്ചു. എങ്കിലും BJPയുടെ ഈ വിജയത്തിന് കളമൊരുക്കിയത് ശരിക്കും BJP സംസ്ഥാന അധ്യക്ഷൻ നന്ദി പറയേണ്ടത് ആര്യ രാജേന്ദ്രനോടാണ്. ഒരു പരിധിവരെ ആര്യ രാജേന്ദ്രൻ കുളമല്ല, കുളത്തിന്റെ അങ്ങേപ്പുറം കൊക്കളമാക്കി വെച്ച ആ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കാൻ BJPക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നില്ല. കാരണം ആര്യ രാജേന്ദ്രന്റെ ഈ തോന്നിവാസങ്ങൾ അല്ലെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികള്, ഗ്രാമപഞ്ചായത്തുകൾ, എല്ലാ തലങ്ങളിലും എവിടെയൊക്കെ CPM അധികാരത്തിലുണ്ടോ അവിടെ മുഴുവനും CPM ഭരിച്ച് കുളം തോണ്ടിയിട്ടുണ്ട്. കാരണബോധം വലിയ കുളം തോണ്ടലാണെങ്കിൽ താഴെ തട്ടിലേക്ക് വരുമ്പോൾ ചെറിയ കുളം തോണ്ടലുകൾ. അപ്പോഴാണ് ആര്യ രാജേന്ദ്രൻ കാരണഭൂതത്തെക്കാൾ വലിയ കുളം തോണ്ടലും അതോടൊപ്പം തന്നെ തള്ളിമറിക്കൽ, ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് എന്താ പറയാ ഒരു ലോകത്തിന്റെ അംഗീകാരം, വേൾഡ് റെക്കോർഡ് 1000 രൂപ കൊടുക്കുന്ന ഒരു കടലാസിന്റെ കഷ്ടം പൊക്കി പിടിച്ചു എന്ന് പറയുന്നു. ഇത് UK ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടന്റെ അവാർഡ് അല്ലെങ്കിൽ ലോക റെക്കോർഡ് എന്നൊക്കെ പറയുന്ന ആര്യ രാജേന്ദ്രനെ ജനങ്ങള് പുച്ഛിച്ചു തള്ളുന്നു. അതേപോലെ കാരണഭൂതത്തിന്റെ ഇത്തരത്തിൽപ്പെട്ട എല്ലാ തള്ളു പരിപാടികളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടാണ് അവര് ഭരണവിരുദ്ധ വികാരത്തിനെതിരെ അവർ വോട്ട് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് ജില്ലാ കമ്മിറ്റികൾ പറയുന്നു. അങ്ങനെ ഏതായാലും ഒരു നല്ലൊരു കാർട്ടൂണൊക്കെ ഉണ്ട്. ഗോവിന്ദൻ സഖാവ് കപ്പിത്താൻ സഖാവിന്റെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ശബരിമല പ്ലാസ്റ്റർ, ഭരണവിരുദ്ധ വികാര പ്ലാസ്റ്റർ അങ്ങനെ ഒക്കെ വെട്ടപ്പോഴാണ് ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയാ രക്ഷാദ്രാവകം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഈ ക്ഷേമ പെൻഷനുകളും മറ്റൊക്കെ കൂട്ടിയിട്ടുള്ള സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 4 മാസം. ഈ 4 മാസത്തിനിടയിൽ CPM നന്നാവാൻ പോകുന്നില്ല. നന്നാവുമായിരുന്നെങ്കിൽ CPM പറയും ഞങ്ങൾക്ക് ചില വീഴ്ചകൾ പറ്റി, ശബരിമല പ്രശ്നത്തിൽ വീഴ്ചകൾ പറ്റി, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, അതൊന്നൊക്കെ ഞങ്ങള് എന്താ പറയാ തിരുത്തലുകൾ നടത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ പറച്ചിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കായിരുന്നു. എന്ത് ചെയ്യാൻ? വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് മാത്രം സഖാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.